ശ്രീ അഡ്വക്കേറ്റ് ടി ആസഫ് അലി, അൻവറിന്റെ ഇന്നത്തെ വെളിപ്പെടുത്തലുകളെ പറ്റിയുള്ള താങ്കളുടെ പ്രതികരണം എന്താണ്? അൻവർ പറഞ്ഞിരിക്കുന്ന വളരെ ഗുരുതരമായ ആരോപണങ്ങളല്ല, അത് ശരിക്ക് എ റെവല്യൂഷൻ ഓഫ് ക്രൈംസ് ആണ്. ചില കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളാണ്. സാധാരണ പറയുന്ന ആരോപണമായിട്ട് മാത്രം അതിനെ ചെറുതാക്കി കാണാൻ പറ്റില്ല. അത് പറഞ്ഞിരിക്കുന്നത് ADGP ക്രൈംസും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ചാണ്. ഞാനൊരു കാര്യം മാത്രം ചോദിക്കട്ടെ. ഈ ADGP ക്രൈംസ് മൈനസ് പിണറായി വിജയൻ 0 ആണ്. പിണറായി വിജയൻ ഇല്ലാത്ത ADGP ക്രൈംസ് ഒന്നുമല്ല. ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന വെളിപ്പെടുത്തലുകളൊക്കെ ഒരു ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കില്ലേ? ഈ വിവരങ്ങൾ മൊത്തം ഇന്നലെയും ഇന്നുമായി ശ്രീ അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും മറ്റ് രീതിയിലുള്ള വെളിപ്പെടുത്തലിൽ നിന്നും പുറത്തു വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ. പണം വാങ്ങിയിട്ടുണ്ട്, ഒരാളുടെ തിരോധനത്തിൻ്റെ പിന്നിൽ നമ്മുടെ പോലീസ് തലത്തിലെ ഉന്നതനാണ് എന്നുള്ള ആരോപണം കൊല്ലിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, നമ്മളെ എല്ലാവരെയും ഞെട്ടിപ്പിച്ച തൃശ്ശൂർ പൂരം അടിച്ചു കലക്കി. പറയാം, അപ്പം അടിച്ചു കലക്കി തൃശ്ശൂർ പൂരം. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന വളരെ സീരിയസ് ആയ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ നമ്മുടെ മുഖ്യമന്ത്രി ഇതിൽ നിന്ന് കൈയൂരാൻ കഴിയുമോ? ഈ MR അജിത് കുമാർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ആപ്പീസിനെ ചുറ്റിപ്പറ്റിയല്ലേ ഈ ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഈ പുറത്തു വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന ഷോക്കിംഗ് റെവല്യൂഷൻ പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു ക്രൈം സിൻഡിക്കേറ്റാണ് നിയന്ത്രിക്കുന്നത്. അത് കള്ളക്കടത്ത് കേസ് വന്നപ്പോൾ നമ്മൾ അറിഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഡയറക്റ്റ് റോളാണ് ശരിക്കും പുറത്തു വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇൻ്റലിജൻസ്, നമ്മളെ പോലീസ് സംവിധാനങ്ങൾ, നമ്മളെ പോലീസിൻ്റെ എല്ലാം കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ്, ഈ വിവരങ്ങളൊന്നും മുഖ്യമന്ത്രി അറിയില്ല, ഞാനൊന്നും അറിയില്ല നാരായണ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? അപ്പം ഈ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ്? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഒരു മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനെ മാത്രമേ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വെക്കുകയുള്ളൂ. അപ്പം ഈ കുന്തമുനയെല്ലാം ഇതിൻ്റെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒന്നാം പ്രതി മറ്റാരുമല്ല, ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എന്ത് പറയുന്നു മുഖ്യമന്ത്രിക്ക്? കുറേ ദിവസം അനങ്ങാതിരുന്നാൽ രക്ഷപ്പെടുമോ? ഈ അൻവർ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു FIR രജിസ്റ്റർ ചെയ്യേണ്ട കേസാണ്. എന്താണ് കോഴിക്കോട്ടെ ആ തിരോധനത്തെ പിന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ? കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടന്ന ഈ പൊട്ടിക്കൽ എന്ന് നാടൻ ഭാഷയിൽ നമ്മൾ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ഈ സംഭവത്തിൻ്റെ പിന്നിലെല്ലാം കേരള പോലീസിൻ്റെ ഒരു വൻ തോക്കിൻ്റെ സഹായബലം ഉണ്ടായിരുന്നു. ഈ ക്രൈം ചെയ്യുവാൻ വേണ്ടി ഒരു വലിയ പാട്രണേജ് ഉന്നത പോലീസ് അധികാരികളിൽ നിന്നുണ്ടായിരുന്നു എന്ന് പറയുന്നത് അത് ചെറിയ സംഭവമാണോ? ശ്രീ ആസഫ് അലി, ഇവിടെ ഇപ്പോ ഈ വിവരങ്ങളെല്ലാം പുറത്തു വന്നത് ഏതെങ്കിലും ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ല. ഏതെങ്കിലും അത്തരം കേന്ദ്രങ്ങളോ രാഷ്ട്രീയ കേന്ദ്രങ്ങളോ പ്രതിപക്ഷ നേതാവിനടക്കം കൈമാറിയ വിവരങ്ങളുമല്ല. നേരത്തെ ഈ സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വരുന്ന ഘട്ടത്തിൽ അതെല്ലാം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനായാലും മുൻ പ്രതിപക്ഷ നേതാവിനായാലും എല്ലാം രേഖകൾ സഹിതം കിട്ടിയിരുന്നു. ആ ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഭരണപക്ഷ MLA തന്നെയാണ് ഈ കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ പോലും അദ്ദേഹം പറയുന്നത് 29 വകുപ്പുകളുടെ ചുമതലയുള്ള മുഖ്യമന്ത്രി നേരിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകില്ല എന്നാണ്. വിശ്വസ്തരെയാണ് അദ്ദേഹം എല്ലാം വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. അവിടെയാണ് കുഴപ്പങ്ങൾ നടന്നിരിക്കുന്നത് എന്നാണ്. അൻവറിന്റെ ബാക്കി എല്ലാ ആക്ഷേപങ്ങളെയും വിശ്വാസയോഗ്യമായി നിങ്ങൾ എടുക്കുന്നുവെങ്കിൽ മുഖ്യമന്ത്രിയെ കുറ്റവിമുക്തനാക്കുന്ന അൻവറിന്റെ സമീപനത്തോട് നിങ്ങൾക്ക് എന്തിനു സംശയം? മുഖ്യമന്ത്രിയെ കുറ്റമുക്തനാക്കുന്നത് മാറ്റിവെക്കൂ. ഞാൻ ചോദിച്ച ചോദ്യമാണ്. മുഖ്യമന്ത്രി പറയട്ടെ, ഈ സംസ്ഥാനത്ത് ഭരണം നടക്കുന്നത് എനിക്കറിയില്ല, ഞാൻ ഭരണം ഒരു ക്രൈം സിൻഡിക്കേറ്റിന് ഏൽപ്പിച്ചിരിക്കുകയാണ്. രണ്ട് കാര്യം മുഖ്യമന്ത്രി രണ്ടിലൊരു കാര്യം തീർത്ത് പറയേണ്ടി വരും.
ഒന്നുകിൽ കേരള സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പിന്റെയും 29 വകുപ്പ് എന്നല്ലേ പറയുന്നത്, അതിന്റെ തലവൻ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇത് റെസ്പോൺസിബിൾ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷണറി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ല, അൻവർ പറഞ്ഞതാണ് ഈ മുഖ്യമന്ത്രി നിരപരാധിയാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഒരു കാര്യം സമ്മതിക്കണം, ഞാൻ കേരള സംസ്ഥാനത്തിന്റെ പോലീസിന്റെ മുഴുവൻ ഭരണവും ഒരു ക്രൈം സിൻഡിക്കേറ്റാണ് നടത്തുന്നത്, ഞാനൊരു ഓർണമെന്റലായി നിൽക്കുക മാത്രമാണ്. രണ്ടിലൊരു മറുപടി മുഖ്യമന്ത്രി പറയണം. ശരി, ഞാൻ അങ്ങനെ